വെൽക്കം ടു മൈ ക്ലാസ് ലേൺ ഇംഗ്ലീഷ് ഗ്രാമർ വിത്ത് മാധവ് മാഷ്. നമ്മുടെ ക്ലാസ് 2 ദിവസം വൈകി. എലക്ഷൻ്റെ കാരണം കൊണ്ട് ക്ലാസ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ആർട്ടിക്കിൾസിനെ കുറിച്ചാണ്. ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ പൊതുവെ ആൾക്കാർ കേൾക്കുമ്പോൾ എന്തെങ്കിലും വസ്തുക്കളാണെന്ന് തോന്നും. ഇൻ ഗ്രാമർ, ആർട്ടിക്കിൾസ് ആർ adjectives, especially demonstrative adjectives. In English, there are two types of articles. They are a and the. There are three articles. There are two types of article, but there are three. A and രണ്ടും ഒന്ന് തന്നെ. ദ എ ആൻ എന്ന് പറയുന്ന ആർട്ടിക്കിളിനെ സാധാരണ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നും ദ എന്നുള്ളതിനെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നും പറയും. അപ്പോൾ 2 ടൈപ്സ് ഓഫ് ആർട്ടിക്കിൾസ്, ദേ ആർ 3. എ ആൻ രണ്ടും ഒന്ന് തന്നെയാണ്. പിന്നെ ദ, അവ സാധാരണ പറയാറ് എ ആൻ ഓർ ദ, ഓർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ. അങ്ങനെ 2 ടൈപ്പിലുള്ള ആർട്ടിക്കിൾ 3 എണ്ണം. ഇത് സാധാരണ അഡ്ജക്റ്റീവ്സ് ആണെന്ന് ഞാൻ പറഞ്ഞു. എ എന്ന് പറഞ്ഞ അർത്ഥം ഒരു എന്നാണ്. ദ എന്ന് പറഞ്ഞ അർത്ഥം ആ ദ മാൻ, ആ മാൻ. അതേസമയം എ പെർട്ടിക്കുലർ മാൻ എന്നർത്ഥം. എ ടേബിൾ, ഒരു സാധാരണ വസ്തു, ഒരു ടേബിൾ. ദ ടേബിൾ, എ പെർട്ടിക്കുലർ ടേബിൾ. അപ്പം സാഹചര്യവും സന്ദർഭവും നോക്കിയിട്ട് വേണം നമ്മൾ ഇവയെ ഉപയോഗിക്കാൻ. ഇനിയിപ്പോൾ ഏൻ എന്ന് പറഞ്ഞാൽ കോൺസണൻറ്റുകൾ വെച്ച് തുടങ്ങുന്ന ഇംഗ്ലീഷ് പദങ്ങളുടെ തുടക്കത്തിൽ സിംഗുലറിനെ കാണിക്കാൻ, ഏകവചനത്തിനെ കാണിക്കാൻ എയും വവ്വൽ സൗണ്ടുകളുടെ മുമ്പിൽ ഏനുമാണ് ഏകവചനത്തിനെ കാണിക്കാൻ ഉപയോഗിക്കും. വവ്വൽ സൗണ്ടുകൾക്ക് മുമ്പിൽ, സൗണ്ടാണ് പറഞ്ഞത്, വവ്വൽ സൗണ്ട്. There are 5 vowels, A, E, I, O, U. അങ്ങനെ 5 വവൽസ് എന്ന് പറഞ്ഞാൽ സ്വരാക്ഷരങ്ങൾ. കോൺസണന്റ് എന്ന് പറഞ്ഞാൽ വ്യഞ്ജനങ്ങൾ. അപ്പോൾ സാധാരണ വ്യഞ്ജനാക്ഷരങ്ങൾ വെച്ച് തുടങ്ങുന്ന കൗണ്ടബിൾ നാമത്തിന് മുമ്പിൽ സിംഗുലറിനെ കാണിക്കാൻ, ഏകവചനത്തിനെ കാണിക്കാൻ എ എന്നും, വവൽ സൗണ്ടുകൾ, വവൽ ലെറ്റേഴ്സ് 5 എണ്ണം. പക്ഷെ വവൽ സൗണ്ട് അങ്ങനെയല്ല. എ, ഇ, ഐ, ഒ, അങ്കിൾ, അംബറല, നോട്ട് ഉംബറല. കേട്ടില്ലേ? അപ്പോൾ യു എന്നുള്ള അക്ഷരമാണ് വവൽ സൗണ്ട് എന്നുണ്ടെങ്കിൽ, വവൽ ലെറ്റർ എന്നുണ്ടെങ്കിലും അതിന് പല അവസരങ്ങളിലും യു എന്നല്ല, അതിന് വവൽ സൗണ്ടായിട്ട് എന്ന് ഉപയോഗിക്കാറുണ്ട്. അങ്കിൾ, അൺഹാപ്പി, ഉൺഹാപ്പി അല്ല, ഉംബർലയല്ല, അംബർലയാണ്. അപ്പോൾ ആ എന്ന് വരുമ്പോൾ വവൽ സൗണ്ടിലേക്ക് വരും. അതിനു മുമ്പ് ഏകവചനത്തെ കാണിക്കാൻ ഏൻ ഉപയോഗിക്കണം. അപ്പോൾ ആർട്ടിക്കിൾസ് 2 ടൈപ്പിലുള്ള 3 എണ്ണം. എ എന്നുള്ള ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും ദ എന്നുള്ള ഡെഫിനിറ്റ് ആർട്ടിക്കിളും. എ കാണിക്കുന്നത് സിംഗുലർ നാമത്തിന് മുമ്പിൽ, സിംഗുലർ കൗണ്ടബിൾ നാമത്തിന് മുമ്പ്, കൗണ്ടബിൾ. അത് കൗണ്ടബിളും അൺകൗണ്ടബിളും പ്രത്യേകം തിരിച്ചറിയണം. ഇപ്പോൾ ഉദാഹരണത്തിനായിട്ട് ഇൻഫർമേഷൻ, മണി എന്ന പദം കൗണ്ടബിൾ അല്ല, പണം എണ്ണാൻ പറ്റില്ല. പണം എന്ന വസ്തു എണ്ണാം. എന്നാൽ ഇൻ ഇംഗ്ലീഷ് മണി എന്ന ഇംഗ്ലീഷ് പദം കൗണ്ടബിളായിട്ട് കണക്കാക്കുന്നില്ല. എ മണി, 2 മണി ഇത് പറയാറില്ല. അപ്പോൾ മണി എന്ന ഇംഗ്ലീഷ് പദം അൺകൗണ്ടബിളാണ്. സോപ്പ് അൺകൗണ്ടബിളാണ്. ഇൻഫർമേഷൻ അൺകൗണ്ടബിൾ ആണ്. ഇൻഫർമേഷൻസ് പറയാൻ പാടില്ല. നമ്മൾ എന്ത് പറയണം? എ പീസ് ഓഫ് ഇൻഫർമേഷൻ, എ പീസ് ഓഫ് അഡ്വൈസ് കൗണ്ടബിൾ അല്ല. ലിറ്റിൽ എമൗണ്ട് ഓഫ് മണി അങ്ങനെ പറയാം. എ ലിറ്റിൽ എമൗണ്ട് ഓഫ് മണി അങ്ങനെ പറയാം. മനസ്സിലായില്ലേ? ഐ വാണ്ട് എ മണി എന്ന് പറയില്ല, ഐ വാണ്ട് സം മണി. അപ്പോൾ പണം എന്നത് എണ്ണാവുന്നതല്ല, ബ്രെഡ് എണ്ണാൻ പറ്റില്ല, ചോക്ക് എണ്ണാൻ പറ്റില്ല. ഇൻഫർമേഷൻ ഇതെല്ലാം അൺകൗണ്ടബിൾ നാമങ്ങളാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കൗണ്ടബിൾ നാമങ്ങളും അൺകൗണ്ടബിൾ നാമങ്ങളും നമ്മൾ ഗ്രാജുവലി പഠിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ബൈ പ്രാക്ടീസ് നിങ്ങൾക്കൊക്കെ കാണാപ്പടിയാവും.
എല്ലാം കിട്ടിയില്ലെങ്കിലും ഒരുവിധം എല്ലാം കിട്ടും. ഇപ്പോൾ സോപ്പ് എണ്ണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ അതിന് കേക്ക് ഓഫ് സോപ്പ്, ബ്രെഡ് എണ്ണാൻ പറ്റില്ല എന്നൊന്നും പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. പണം എണ്ണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ ചീത്ത പറയും. നമ്മൾ എന്ത് വിവരക്കടയിൽ പറയണത്. മണി എന്ന ഇംഗ്ലീഷ് പദം അൺകൗണ്ടബിൾ ഗ്രൂപ്പിലാണ് പെടുത്തിയിരിക്കുന്നത്. പണം എന്നത് എണ്ണാം, പക്ഷെ മണി എന്ന പദം വേർഡ് ഇംഗ്ലീഷിലെ അൺകൗണ്ടബിൾ പദമായി കണക്കാക്കുന്നു. അതൊക്കെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പഠിക്കാം. എനിവേ, അപ്പോൾ ആർട്ടിക്കിൾസ് ഞാൻ പറഞ്ഞു. ഇനി ആർട്ടിക്കിൾസിനെ കുറിച്ച് പ്രത്യേക കാര്യങ്ങളൊന്നും പറയാം. ബോർഡിലേക്ക് ഒന്ന് തിരിഞ്ഞോളൂ. There are two articles, a and the. A and രണ്ടും ഒരേ അർത്ഥം തന്നെ. The. These articles are adjectives. എന്ത് adjectives ആണ്? Demonstrative adjectives. നമ്മൾ പഠിച്ചിട്ട് adjectives പഠിക്കുമ്പോൾ adjectives different types ഉണ്ടെന്ന് പറഞ്ഞു. ഇനി a or an is called the indefinite article. മറക്കരുത്, നമ്മൾ വീട്ടിൽ എഴുതി പഠിക്കുന്നത്. And the is called the definite article. അപ്പോൾ a and indefinite article, the എന്നുള്ളത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. അതിന് the എന്നുള്ളതിന് അർത്ഥം ആ എന്നും a എന്നതിന് അർത്ഥം ഒരു എന്നുമാണ്. A doctor, that is any doctor. You can see a doctor, any doctor. The doctor, that is some particular. The doctor എന്ന് വയ്ക്കുമ്പോൾ എന്തായി? Some particular doctor. You go and see the doctor, the particular doctor എന്നർത്ഥം. A doctor എന്ന് പറഞ്ഞാൽ any doctor. An article is used before a common noun singular. ഒരു കോമൺ നൗൺ സിംഗുലറിന് മുമ്പിലാണ് സാധാരണ നമുക്ക് ഒരു ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നത്. നമ്പർ എക്സാമ്പിൾ, സിംഗുലർ നമ്പർ എക്സാമ്പിൾ എ മാംഗോ, എ മാൻ, എ ബെഞ്ച്, എ ബുക്ക്. ഇതൊക്കെ കോമൺ നൗൺ ആണ്. ദ ചോയ്സ് ബിറ്റ്വീൻ എ ആൻഡ് ആൻ ഈസ് ഡിറ്റർമൈൻഡ് ബൈ സൗണ്ട്. പദങ്ങൾ തുടങ്ങുന്ന സൗണ്ടിനെ ഉറപ്പിച്ചുകൊണ്ടാണ്, നിശ്ചയിച്ചുകൊണ്ടാണ്, തീരുമാനിച്ചുകൊണ്ടാണ് എ ആണോ എൻ ആണോ ഉപയോഗിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. ബിഫോർ എ വേർഡ് ബിഗിനിങ് വിത്ത് എ വവൽ സൗണ്ട്. ഒരു വവൽ സൗണ്ട് ലെറ്റർ കേട്ടോ, എ ഇ ഐ ഒ എന്നുള്ള ലെറ്ററാണ്. വവൽ സൗണ്ടിൽ വെച്ച് തുടങ്ങുന്നത് എൻ ഉപയോഗിക്കണം. ഏകവചനത്തെ കാണിക്കാൻ വവൽ സൗണ്ട് വെച്ച് തുടങ്ങുന്ന ഒരു നാമം കൗണ്ടബിൾ ആണെങ്കിൽ അതിനു മുമ്പ് എൻ ഉപയോഗിക്കണം ഏകവചനത്തിനെ കാണിക്കാൻ. എക്സാമ്പിൾ എൻ ആസ്, എൻ അംബ്രല്ല, എൻ അവർ. അവിടെ എച്ച് ഉച്ചരിക്കുന്നതല്ല. ചില വാക്കുകൾ എച്ച് വെച്ച് തുടങ്ങുന്ന പല വാക്കുകളിലും വവൽ സൗണ്ടാണ് ഉച്ചരിക്കാറ്. സം വേർഡ്സ് ബിഗിൻ വിത്ത് എച്ച്. അവർ ഓണസ്റ്റ് ഹെയർ. ഹെയർ എന്ന് പറഞ്ഞാൽ അവകാശി എന്ന അർത്ഥം. അവിടെ മുടിയല്ല. ദ ഇനീഷ്യൽ കോൺസണന്റ് ഈസ് നോട്ട് പ്രൊണൗൺ. ഇനീഷ്യൽ കോൺസണന്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ കോൺസണന്റ് വ്യഞ്ജന എച്ച് 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 ഇതൊന്നും പ്രൊനൗൺസ് ചെയ്യാത്തത് കൊണ്ട് ഇതിന് നമ്മൾ അവർ, ഓണസ്റ്റ്, എയർ എന്നാണ് പറയാറ്. വോവൽസ് ആർ ഏതൊക്കെ വോവൽസ്? എ, ഇ, ഐ, ഒ, യു. ഈ യു എന്നുള്ളത് പലപ്പോഴും എന്ത് പറയാറുണ്ട്? എന്നാണ് പറയുന്നത്. ഉദാഹരണമായിട്ട് അങ്കിൾ, അണേബിൾ, അൺഎക്സ്പെക്റ്റഡ്. അൺഎക്സ്പെക്റ്റഡ് അല്ല, ഉംബർല എന്നല്ല, അംബർല എന്നാണ് പറയാറ്. ബാക്കി എക്സാമ്പിൾസ് ഒക്കെ ഞാൻ പിന്നീട് പറയാം. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് ഇതൊന്നും നല്ലപോലെ നിങ്ങൾ വായിച്ച് എഴുതി പഠിച്ച് അടുത്ത ക്ലാസ് വരുമ്പോഴേക്കും നിങ്ങൾ തയ്യാറായിരിക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് വിൽ ബി ഗിവൺ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ ഗുഡ് ബൈ. എൻ്റെ ക്ലാസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, നല്ലപോലെ പഠിക്കുക. താങ്ക് യു.